ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഔറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 43 സെൻറ്റിൽ 5000 സ്ക്വയർ ഫീറ്റിൽ 6 ബെഡ്റൂമുകളുള്ള 4 അറ്റാച്ച്ഡാണ്. അതിനകത്ത് ഒരു കോമൺ ബാത്റൂമുണ്ട്, സെർവൻറ്റ് ബാത്റൂമുണ്ട്. എല്ലാം തന്നെ ഈ ഒരു വീടിൻ്റെ ഈ സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ്. പഞ്ചായത്ത് റോഡിൽ നിന്ന് പ്രൈവറ്റ് റോഡാണ് നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള ഈ റോഡ്. എല്ലാ സൈഡും അതിരുകളെല്ലാം തിരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ വലതുഭാഗത്ത് കാണുന്ന ഈ റബ്ബർ തോട്ടവും ഈ 43 സെൻറ്റിനകത്ത് വരുന്നതാണ്. 240 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. എരുമപ്പെട്ടി ജംഗ്ഷൻ അല്ലെങ്കിൽ പഴയ കേക്ക് റോഡ് അങ്ങോട്ടും ആക്സസ് ഉണ്ട്, പുതിയ കേക്ക് റോഡിലോട്ടും ആക്സസ് ഉണ്ട്. നമുക്ക് എരുമപ്പെട്ടി ജംഗ്ഷനാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അറിയാമല്ലോ, കേക്ക് റോഡ് ഹൈവേ ആണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഒരു 10 കൂടുതൽ വണ്ടിക്ക് സുഖമായിട്ട് ഇടാവുന്ന തരത്തിലുള്ള മുറ്റമുണ്ട്. 2 കിണറുകളാണ് ഈ വീടിന് ഉള്ളത്. ഒരെണ്ണം കയറി വരുന്നതിൻ്റെ വലതുവശത്തും പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു കിണറുമുണ്ട്. 1 കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. നടന്നു പോകാനാണെങ്കിൽ 500 മീറ്റർ താഴെ വരത്തുള്ളൂ. ഇരുനിലയായിട്ടുള്ള വീടാണ്. മുറ്റം എല്ലാം തന്നെ ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം മരങ്ങളും ചെടികളും വീടിൻ്റെ മുറ്റത്തായിട്ടും ബാക്ക് സൈഡിലുമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ കയറി വരുന്ന സൈഡിലായിട്ട് റബ്ബർ മരമാണ്. വീടിൻ്റെ മുറ്റത്ത് 2-3 ഭാഗത്തായിട്ട് മാവുണ്ട്. ധാരാളം കായ്ക്കുന്ന മാവാണ്. അതുപോലെ തന്നെ തറ എല്ലാം വിരിച്ച് വളരെ മനോഹരമായി ആക്കിയിട്ടുണ്ട്. ആ ചെടികളൊക്കെ നിൽക്കുന്ന ഭാഗം ബാക്ക് സൈഡും മിറ്റിൽ വിരിച്ച മുറ്റമാണ്. അവിടെയും നല്ല രീതിയിൽ തന്നെ എല്ലാ ഭംഗിയായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുന്നു. പുളിമരം, അതുപോലെ തന്നെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ തുടങ്ങിയ എല്ലാവിധ ചെടികളും മരങ്ങളും ഉണ്ട്. കരിങ്കല്ല് വെച്ച് നന്നായി തന്നെ ചെയ്തിരിക്കുന്ന ഭിത്തികളും അതുപോലെ തന്നെ ബൗണ്ടറികളുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ കിണർ. ആദ്യത്തെ കിണർ ഞാൻ ജസ്റ്റ് കാണിച്ചുള്ളൂ. 2ാമത്തെ കിണറിൻ്റെ ഉൾവശം കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ട്രൈ ചെയ്യാം. കാരണം എല്ലാ സൈഡും നന്നായി തന്നെ ടൈറ്റാക്കി ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ആ മുറ്റത്തിൽ നിൽക്കുന്ന ആ മരങ്ങളൊക്കെ വീടിന് വളരെ മനോഹരമായി തന്നെ ഒരു കാഴ്ചയാണ്. ചെറുതായിട്ട് നമുക്ക് അതുണ്ട്. ധാരാളം വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ്. നല്ല റിങ്ങൊക്കെ ഇട്ട് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ബൗണ്ടറി വാൾ ചെയ്തേക്കുന്നത് കണ്ടല്ലോ, കരിങ്കൽ ഉപയോഗിച്ച് അതിരുകളെല്ലാം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ മുഴുവൻ നമുക്ക് നന്നായി തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ വ്യൂ കാണാം. വീടിൻ്റെ ഒരു പുറകുവശത്തായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ മുകളിലത്തെ ആ ഒരു തിട്ട, അവിടെ ഒരു മതിൽ പോലെ കാണുന്നത്, അതാണ് നമ്മുടെ അതിര്. ബാക്ക് സൈഡിൽ അത്രയും സ്ഥലം നമുക്ക് ചെടികളും മറ്റും അല്ലെങ്കിൽ ചെറിയ കൃഷി രീതികളും ഒക്കെ ചെയ്യുവാനുള്ള ഇതുണ്ട്. ബാക്ക് സൈഡിൽ വലിയൊരു മുറ്റം തന്നെ, അത് അലക്കുകല്ല് ഒരു ചെറിയ വർക്കേറിയ വീടിന് നൽകിയിട്ടുണ്ട്. കറിവേപ്പും അതുപോലെ തന്നെ കപ്പളം, ചേമ്പ്, അങ്ങനെ വാഴ എന്നിവ വേണ്ട എല്ലാവിധ പച്ചക്കറി ഐറ്റങ്ങളും അതുപോലെ ചെടികളും മരങ്ങളും എല്ലാം തന്നെ ഒരു വീടിന് ആവശ്യമായ എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിന് ഒരു വിൻഡോ AC ബാക്കിൽ നിന്ന് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇതാണ് ആ ബാക്കിലെ ആ ഒരു കോഴിക്കോടൊക്കെ വെച്ചേക്കുന്ന ആ സ്ഥലം. പിന്നെ അവിടെ നമുക്ക് വേസ്റ്റൊക്കെ അത്യാവശ്യം ചെറിയ പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു കത്തിക്കാവുന്ന ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടൊരു നന്നായി തന്നെ സ്റ്റെപ്പൊക്കെ കെട്ടി ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ആക്സസ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സൈഡൊക്കെ നിങ്ങൾ കണ്ടു കാണും. എല്ലാം കരിങ്കൽ ഉപയോഗിച്ച് നന്നായി തന്നെ ബലവത്തായ ഒരു കരിങ്കൽ കെട്ടാണ് നമ്മുടെ ബൗണ്ടറി എല്ലാം തന്നെ. അവിടെയാണ് പേപ്പറൊക്കെ കത്തിക്കാൻ സ്ഥലം ഇട്ടേക്കുന്നത്. ഒരു പഴമയുടെ ആ ഒരു കോഴിക്കോട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് വീടിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഞാൻ പറഞ്ഞ സെർവൻറ്റ് റൂമും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു ഔട്ട് ഹൗസ് പോലെ തന്നെ വീടിനുണ്ട്. അടുക്കളയുടെ ആ ഒരു വശത്തെ പോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വശത്തും നല്ലൊരു സ്പേസ് നമുക്ക്
ചെടികളൊക്കെ നടുവാനും അതുപോലെ പച്ചക്കറി തോട്ടമാക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. വീടിൻ്റെ എല്ലാ വശവും തന്നെ നല്ല വൃത്തിയായി വളരെ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പട്ടിക്കൂട്, ഒരു നല്ല വലിപ്പമുള്ള ഒരു വാർത്തിട്ടിരിക്കുന്ന നല്ലൊരു പട്ടിക്കൂടും അതുപോലെ തന്നെ ഒരു പ്രാവിൻ്റെ കൂട് കാണുമെന്ന് കരുതുന്നു. ദാ കാണുന്ന ആ വീടിൻ്റെ ആ ഒരു പഴമയുടെ ആ ഒരു തനിമ എടുത്തു കാണിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒരു വീടുകളിലും ചെയ്യുന്നില്ല. ദാ ഇവിടെ നിന്ന് നോക്കിയാലും മുകളിലത്തെ നിലയിലെ വിൻഡോയ്സ് നമുക്ക് കാണുവാൻ കഴിയും. താഴത്തെ നിലയിൽ എനിക്ക് സ്പ്ലിറ്റ് AC ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ 2 പട്ടികളെ, വലിയ വലിപ്പമുള്ള പട്ടികളെ ഇടാവുന്ന തരത്തിലുള്ള വലിയൊരു പട്ടിക്കൂട് തന്നെ ആ വീടിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാരേജാണ്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിൽ ഒരു ചെറിയ ഗ്യാരേജ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഷട്ടർ ഇട്ട ഒരു കാർ പോർച്ചും നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ മുറ്റത്തിൻ്റെ വലിപ്പം നമുക്ക് കാണാം. ആ വീടിനോട് ചേർന്ന് തന്നെ ഇത്രയും വലിപ്പമുള്ളൊരു മുറ്റം നമുക്ക് ആ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ഘടകം തന്നെയാണ് വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി കൂടാതെ 3 വണ്ടി നിലവിൽ ആ വീടിൻ്റെ അവിടെ ഇട്ടിട്ട് ഒന്നും അറിയാനില്ല. ഞാൻ അതുപോലെ 10 അല്ല, ഒരു 20-25 വണ്ടിയെങ്കിലും സുഖമായിട്ട് എല്ലാ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ കയറ്റിയിടാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ആ റബ്ബർ തോട്ടം, താഴെ സ്റ്റെപ്പൊക്കെ ആയാലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റത്തെ ആ ഒരു വീടിന് ഭംഗി ഉളവാക്കുന്ന ആ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിണർ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെയുണ്ട്. ഇതാണ് റബ്ബർ തോട്ടം. 43 സെൻറ്റാണ് ഫുള്ളായിട്ടുള്ളത്. നമുക്ക് ആ കിണറിൻ്റെ ഭാഗം കൂടി ഒന്ന് നോക്കാം. നല്ല മനോഹരമായ റിങ് വെട്ടി ഇറങ്ങിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കിണർ, ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ്. വീടിൻ്റെ മുൻവശം എത്തുന്ന നമ്മൾ വീടിൻ്റെ ആ ഒരു ഏരിയ നോക്കുമ്പോൾ നല്ലൊരു മിനി ബംഗ്ലാവ് തന്നെ പറയാം. 5000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഈ വിൻഡോകളൊക്കെ വളരെ നന്നായി തന്നെ തേക്കിൻ തടികളും മറ്റും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വിൻഡോകളാണ്. സ്ലൈഡിങ് വിൻഡോസാണ് നമുക്ക് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു നല്ലൊരു വരാന്ത നമുക്ക് വീടിന് മുമ്പായിട്ട് ലഭിക്കുന്നുണ്ട്. ധാരാളം പേർക്ക്, നമുക്ക് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ ഇരുന്ന് ഇതാ ഡോറ് കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല രീതിയിലൊരു പഴമയുടെ ആ ഒരു എടുത്ത് കാണിക്കുന്ന നല്ല ഒരു ഭംഗിയുള്ള ഡോറാണ്. ഞാൻ വീടിൻ്റെ ഉൾവശം താമസിക്കുന്ന വീടായതുകൊണ്ട് അധികം വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല. അത്യാവശ്യം ഫോട്ടോകളാണ് ഞാൻ കൂടുതലും എടുത്തേക്കുന്നത്. വീടിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ഇതാണ് ലിവിങ് ഏരിയ. നമുക്ക് നന്നായി തന്നെ ലിവിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡൈനിങ് ഏരിയ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ കൂടുതലും ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കിച്ചനും വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും എല്ലാം നൽകിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു കിച്ചണാണ്. എല്ലാ തടി കൊണ്ട് ചെയ്തിരിക്കുന്ന, അവിടെ നമുക്ക് വീട്ടുകാർക്ക് മാത്രം ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയയും 3 അടുക്കള തന്നെ വീടിന് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നിന്ന് ചർമ്മിക്കാനും കാര്യങ്ങൾക്കും ആയിട്ടുള്ള ഒരു അടുക്കള ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ, സെർവൻറ്റിനുള്ള ബാത്റൂമും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി ഫോട്ടോസാണ് ഞാൻ കൂടുതലും നൽകിയേക്കുന്നത്. വീടിൻ്റെ മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് വിൻഡോ AC ആണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഡൈനിങ്ങിനോട് ചേർന്നുള്ള പോർഷനാണ്. ഇതാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ ആ ഒരു ഇതെല്ലാം ഫോട്ടോസിനകത്തും വരുന്നുണ്ട്. ഇതാണ് തീ കത്തിക്കുന്ന ഒരു ഏരിയ, ഒരു ബെഡ്റൂമാണ്. നല്ല വലുപ്പമുള്ള മുകളിലത്തെ നിലയിലെ ലിവിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പോർച്ചാണ്, ബാൽക്കണിയാണ്. മുകളിലത്തെ നിലയിൽ ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകൾ. ബാത്റൂമൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ്. അപ്പോൾ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക. അതുപോലെ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം ക്യാപ്ഷനിലും തമ്പനെയിലും നൽകിയിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് വില പറയുന്നില്ലല്ലോ. വീഡിയോയിൽ നമ്മുടെ വില പറയാത്തതിൻ്റെ
ചില സാങ്കേതിക കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് വില നമ്മൾ കൂടുതലും വീഡിയോയിൽ തന്നെ പറയാത്തത്. ക്യാപ്ഷനിൽ നമ്മൾ ഇടുന്നതാണ്, ക്യാപ്ഷനിലും തമ്പനെയിലും നമ്മൾ നൽകുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാതെ ഇരിക്കാൻ കഴിവതും ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും. മണ്ണർകാടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തൊട്ടടുത്ത് തന്നെ മണ്ണർകാട് പള്ളി, 8 നോയമ്പൊക്കെ നടക്കുന്ന വലിയ പള്ളിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. പോലീസ് സ്റ്റേഷന്, മറ്റ് പഞ്ചായത്ത് ഓഫീസുകളെല്ലാം തന്നെ, അതുപോലെ ഓർത്തഡോക്സ് മറ്റ് ദേവാലയങ്ങൾ, കാത്തലിക്സിൻ്റെ, യാക്കോബക്കാരുടെ മറ്റ് ദേവാലയങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.